ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെന്ററിൽ ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനവും ഓക്സിജൻ കൺസെൻട്രേറ്ററിന്റെ ഉദ്ഘാടനവും നടന്നു. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൂങ്ങാലി ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെന്ററിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദന ചടങ്ങിൽ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NM സലീം അധ്യക്ഷത വഹിച്ചു. MP ബെന്നി ബെഹനാൻ പ്രതിമയുടെ അനാച്ഛാദനവും ഓക്സിജൻ കൺസെൻട്രേറ്ററിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. തൂങ്ങാലി ആശുപത്രിയിൽ ഗാന്ധിജിയുടെ ഒരു പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്. മഹാത്മാഗാന്ധി നമുക്കറിയാം, തന്റെ ദർശനം കൊണ്ട് ലോകത്തിന് വെളിച്ചം പകർന്നൊരു മഹാത്മാവാണ് മഹാത്മാഗാന്ധി. ഗാന്ധിയെക്കുറിച്ചുള്ള ഓർമ്മകളും ഗാന്ധിയെക്കുറിച്ചുള്ള ചിന്തകളുമൊക്കെ മറ്റേത് കാലഘട്ടത്തെക്കാൾ കൂടുതൽ ഒരുപക്ഷെ കാലികമായി പ്രാധാന്യം കൽപ്പിച്ചു വരുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. ഞാൻ അതിനെക്കുറിച്ചും ദീർഘമായി സംസാരിക്കുന്നില്ല. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും തൻ്റെതായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആരോഗ്യ മേഖലയിലും ഗാന്ധിജിയുടേതായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. എല്ലാ മേഖലയിലും അതിനെല്ലാം ഇന്ന് വ്യാപകമായ പ്രസക്തിയും പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. ഏതായാലും ഈ തൂങ്ങാലി ആശുപത്രി വളരെ നല്ല ഒരു ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിക്കാൻ തയ്യാറായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയും കമ്മിറ്റിയെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രവണതയനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഗാന്ധിജിയെക്കുറിച്ചും രാഷ്ട്രപിതാവിനെ കുറിച്ചും ഒക്കെ ഈ ലോക നേതാക്കളെ കുറിച്ചുമൊക്കെ വളരെയധികം വിവാദങ്ങൾ ഉണ്ടാക്കി കടന്നു പോകുമ്പോൾ ആരാണ് രാഷ്ട്രപിതാവ്, വരും തലമുറയ്ക്ക് പഠിക്കുവാനും അവരെക്കുറിച്ച് രാജ്യത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിനും വേണ്ടി ഒക്കെയാണ് നമ്മൾ ഇതുപോലെയുള്ള ഗാന്ധി പ്രതിമകൾ സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നത്. ഞാൻ മറ്റു വിഷയങ്ങൾ ഒന്നും തന്നെ പറയുന്നില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CJ ബാബു സ്വാഗതം പറഞ്ഞു. ഗാന്ധിജിയുടെ മനോഹരമായ പ്രതിമ നിർമ്മിച്ച പ്രശസ്ത ശില്പി ബിനു കണ്ണനെ ചടങ്ങിൽ ആദരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിന്ധു TP കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, വേങ്ങൂർ.